صلى الله عليه وسلم وعلى آله وصحابه أجمعين أما بعد അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ സർവ്വ സൽക്കർമ്മങ്ങളും നമ്മിൽ നിന്ന് അല്ലാഹു തആല ഖബൂൽ ചെയ്യുമാറാവട്ടെ. നമ്മുടെ ദുആക്ക് അല്ലാഹു തആല ഉത്തരം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ എല്ലാ ചെറുദോഷങ്ങളും അല്ലാഹു മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു മാഫ് ചെയ്യുമാറാവട്ടെ. മഹാനായ നബി മൂസ അശ്അരി റളിയല്ലാഹു അൻഹു ചൊല്ലുന്നു, മഹാനവറുകൾ നിവേദനാക്കുന്ന ഹദീസ് أن رسول الله صلى الله عليه وسلم قال النبي صلى الله عليه وسلم قال إذا مرض العبد أو سافر كتب له مثل ما كان يعمل مقيما صحيحا رواه البخاري صلى الله عليه وسلم إذا مرض العبد ഒരു മനുഷ്യ രോഗിയായിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആഫിയത്തില്ലാതായി പോയിട്ടുണ്ടെങ്കിൽ, അതായത് നല്ല ആരോഗ്യത്തിന്റെ ടൈമുള്ളൂ, നല്ല ആഫിയത്തിന്റെ ടൈമുള്ളൂ, രോഗമുണ്ടേക്ക് വന്നോളൂ, അല്ലെങ്കിൽ നല്ല കൈക്കാലിൽ എന്തെങ്കിലും സംഭവിക്കണേക്ക് വന്നോളൂ, നല്ല സുന്നത്ത് ചെയ്ത് നല്ല പ്രകാരവും ചെയ്ത് നല്ല നികർഷം ചെയ്ത് ജമാഅത്തിന് പള്ളി പോയിട്ട് അതേപോലെ വേറെന്നുള്ള സാന്ത്വന പ്രവർത്തനാക്കിയിട്ട് പാപ്പയുടെ ഹിദമത്തുകൾ ചെയ്ത് നല്ല സുന്നത്ത് നിസ്കാരം എല്ലാം വിറ്റ് ഇപ്പൊ എന്താ കോച്ച തടിക്ക് ആഫിയത്തില്ലാട്ട് രോഗം വന്നിട്ടാകുമ്പോൾ ഒന്നൊരു ആഫിയത്ത് ഇന്നത്തെ ഒരു നല്ല വിവാദത്തെടുക്കും ഇപ്പൊ തീർന്ന അല്ലെങ്കിൽ രോഗിയായിട്ട് ഔത്തരോട് കിടത്തത്തിലായിട അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അസുഖം വന്നിട്ട് എന്തെങ്കിലും ആഫിയത്തില്ലാണ്ടായിട്ട് ഒന്നും തത്തരവും വിവാദത്തെടുക്കൊടുക്കൂ, സലാത്ത് ചൊല്ലൊടുക്കൂ, ദുആ ആക്കുമ്പോ സലാത്തിന് മജ്‌ലിസിലെല്ലാം ഒക്കെ പോടുകൂ. ഇപ്പൊ തീരണ്ടില്ല. എന്നാൽ ബുദ്ധിബലഹു മിസ്ലു മാ കാന യഅമലു മുഖീമൻ സ്വഹീഹാ. അല്ലാഹു തആല അവನು ആഫിയത്തുള്ള ടൈമുള്ളൂ എത്രയുള്ള ഇബാദത്ത് എടുത്തോണ്ടിരുന്ന, എത്ര സുന്നത്ത് നിസ്കരിച്ചിരുന്ന, എത്രയുള്ള നന്മയാക്കിയിരുന്ന അതിന് പ്രതിഫലമുള്ള ആഫിയത്ത് ഇല്ലാണ്ടായ ടൈമുകളും എനിക്ക് അതേ പ്രതിഫലം അല്ലാഹു തആല തന്നെ. എങ്ങനെ നീ ആലോചിക്കുന്നപ്പോൾ എത്ര അല്ലാഹു ഇഖ്ലാസോട് കൂടെ നീ ഇബാദത്ത് എടുത്തിരുന്നത്, നിസ്കരിച്ചോണ്ടിരുന്നാൽ, അതേപോലെ നല്ല നല്ല പ്രവർത്തനം ആക്കിയിരുന്നല്ലേ, ആ പ്രവർത്തനം ഇപ്പൊ ആരോഗ്യം ഇല്ലാണ്ടായിട്ടാകുമ്പോഴായിട്ട് നീ അതിന് കൈവിട്ടോണ്ട് കണ്ടെങ്കിൽ സുബ്ഹാനല്ലാഹ് അതേ പ്രതിഫലം നീ മുന്നുള്ള ആരോഗ്യം ഇന്നപ്പോ എടുത്തത് കൊണ്ട് അല്ലാഹു തആല ഇപ്പോൾ നിനക്ക് നല്ല അല്ലാഹു നാമം അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരാൾ യാത്ര പോയിട്ട് ദീർഘമായ ഹലാലായ ഒരു യാത്ര പോയിട്ട് വരിക്കാം. അപ്പൊ യാത്രയിൽ ഒരുപാട് പ്രയാസമുണ്ട്. അപ്പൊ യാത്രയിൽ ഒരുപാട് പ്രയാസം സുബ്ഹാനല്ലാഹ് യാത്രയ്ക്ക് പോണ്ടേക്കുമെന്നതുകൊണ്ട് നമുക്ക് ഒരുപാട് ദിക്റുകളും സലാത്ത് ചൊല്ലുകയും സുന്നത്ത് നിസ്കരിക്കുകയും അതേപോലെ റായത്തോട് വേറെന്തെല്ലാം നന്നാക്കുകൊണ്ട് ചാൻസ് നൽകിയിട്ട് നമുക്ക് ടൈം ഇട്ട് അതേപോലെ ആഫിയത്തിട്ട് നല്ല റാഹത്തിട്ട്. പക്ഷെ യാത്ര പോയിട്ടാവുന്ന ദീർഘയാത്ര, യാത്രയിൽ ഒരുപാട് ക്ഷീണിക്കട് ഉറക്കിക്കില്ല, അല്ലെങ്കിൽ ഭക്ഷണിക്കട് യാത്രയിൽ റായത്തോട് ഔദ്യോഗികപ്പെടുന്ന വിവാദം എടുക്കൊടുക്കാവില്ല. അപ്പൊ ഈ യാത്ര പോയിട്ട് തിരിച്ച് കൊണ്ടു കൊടുത്തോളാം. നീ നിന്റെ റായത്തിൽ യാത്ര പോണ്ടേക്ക് വന്നാലോ നിന്റെ ഔദ്രോട് വെച്ചിട്ട് എന്തെല്ലാം നന്മയാക്കിയിട്ടില്ല അതിന് പ്രതിഫലമില്ല. നിന്റെ യാത്രയിൽ നിന്റെ യാത്ര പോയി മറത്തോളം അല്ലാഹു നിനക്ക് തന്നാട്ട് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പാട്ടുമ്പോ നമ്മുടെ യാത്രയിലും നമ്മുടെ ജീവിതത്തിലും അല്ലാഹു തആല ഇതുപോലത്തെ പ്രതിഫലം അല്ലാഹു തിരിച്ചു തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുവേ ഞങ്ങൾ ചൊല്ലിയതും കേട്ടതും നീ സ്വാലിഹായ ഒരു അമലിന്റെ കൂട്ടത്തിൽ പെടുത്തണം. അല്ലാഹ് നാളെ ഖബറിൽ നേരം പോക്കാക്കുന്ന ഒരു അമലിന്റെ കൂട്ടത്തിൽ ഞങ്ങൾ ചൊല്ലിയത് നീ പെടുത്തി അനുഗ്രഹിക്കണേ റബ്ബേ. ഇത് രണ്ടാമത്തെ ബിസിനസ് സവാബ് ഞങ്ങളെല്ലാവരുടെ കുടുംബത്തിൽ മരിച്ചവരെ ഖബറിൽ നീ എത്തുവാണല്ലോ അല്ലാഹ്. പ്രത്യേകിച്ച് ഞങ്ങളുടെ ബാപ്പും മകൻ നൽകണോ അല്ലാഹ്. ഞങ്ങളുടെ ബാപ്പും മകൻ ഈ സ്വർഗ്ഗം കൊടുക്കണേ അല്ലാഹ്. ഞങ്ങളുടെ മക്കളെ ബാപ്പുമാരെ മറക്കാതെ സ്വാലിഹായ മക്കളുടെ കൂട്ടത്തിൽ പെടുത്തണം അല്ലാഹ്. നമ്മുടെ കടയെല്ലാം മരിക്കണേക്കുമെന്ന ഒരു ഹക്കും കടവും ബാക്കിയില്ലാട്ട് മരിക്കുമെന്ന തൗഫീഖ് നൽകണേ അല്ലാഹ്. ഞങ്ങളെ സഹായിച്ചവരെ എല്ലാവരെയും നീ സഹായിക്കണേ റബ്ബേ. സിഹ്റന്മാരെ സിഹ്ർ നീ ബാക്കിയാക്കണേ അല്ലാഹ്. ശൈത്താന്റെ ശരത്തെ തൊട്ട് കാക്കണം അല്ലാഹ്. ചതിയന്മാരെ ചതിയെ തൊട്ട് കാക്കണേ അല്ലാഹ്. രോഗം തന്നവരെ ആരെയും നീ പരീക്ഷിക്കരുത് അല്ലാഹ്. ശൈത്താന്റെ ഉപദ്രവത്തെ തൊട്ടും ദജ്ജാലിന്റെ ഫിത്നയെ തൊട്ട് ഞങ്ങൾ എല്ലാവരെയും നീ കാക്കണേ റബ്ബേ. സിഹ്ർ ചെയ്യുന്ന മനുഷ്യന്മാരെ നീ നല്ല മനുഷ്യന്മാരെ കൂട്ടത്തിൽ പെടുത്തണേ റബ്ബേ. അവരുടെ സ്വഭാവം നീ നന്നാക്കണം അല്ലാഹ്. അല്ലാഹുവേ നമ്മുടെ ദുനിയാവും ആഖിറവും നീ രക്ഷപ്പെടുത്തണം അല്ലാഹ്. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم.
برحمتك يا أرحم الراحمين. صلى الله على محمد صلى الله عليه وسلم. صلى الله عليه